അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റു രാജ്യങ്ങൾക്ക് മേൽ തന്റെ അധീശത്വം സ്ഥാപിക്കാൻ ഉപയോഗിച്ച ഒരു വടിയായിരുന്നു തീരുവ ചുമത്തൽ. ട്രംപിന്റെ തീരുവ യുദ്ധത്തിന് ഇരയാകാത്ത രാജ്യങ്ങൾ കുറവായിരുന്നു എന്ന് വേണം പറയാൻ. ലോക ചക്രവർത്തി ചമയാനുള്ള ട്രംപിന്റെ ഈ നീക്കത്തിന് ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ തിരിച്ചടിയായിരുന്നു തീരുവ റദ്ദാക്കിക്കൊണ്ടുള്ള വിധി. ട്രംപിന്റെ പകരച്ചുങ്ക നയത്തിന് കനത്ത തിരിച്ചടിയാണ് US സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായത്. അധിക തീരുവ ചുമത്തിയ ട്രംപിന്റെ തീരുമാനം കീഴ്ക്കോടതി തള്ളി. ഇതേ വിധി അംഗീകരിക്കുകയായിരുന്നു സുപ്രീം കോടതിയും. സുപ്രീം കോടതി വിധിയിലൂടെ ഇന്ത്യക്ക് പകരം തീരുവയിൽ നിന്ന് ആശ്വാസമാകുമോ എന്നാണ് ഇന്ത്യൻ ഭരണകൂടം ഉറ്റുനോക്കുന്നത്. എന്നാൽ സുപ്രീം കോടതി വിധി ഇന്ത്യക്ക് ആശ്വസിക്കാൻ വക നൽകുന്നില്ല എന്ന സൂചനയാണ് ട്രംപ് നൽകുന്നത്. കോടതി വിധിയിലൂടെ ഇന്ത്യയുമായുള്ള കരാറിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല എന്നാണ് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യക്ക് മേൽ പുതിയ ഇടക്കാല വ്യാപാര കരാറിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച 18% തീരുവ നിലനിൽക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ താരിഫ് നൽകേണ്ടി വരുമെന്നും എന്നാൽ അമേരിക്ക താരിഫ് നൽകില്ല എന്നും ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. മറ്റു രാജ്യങ്ങളെ സൈനികമായല്ലാതെ നയതന്ത്രപരമായി ആക്രമിക്കാനുള്ള ആയുധമായിട്ടാണ് ട്രംപ് അധിക തീരുവ ചുമത്തിയിരുന്നത്. തനിക്കെതിരെ ശബ്ദിക്കുന്നവരും തന്റെ ഇംഗിതത്തിന് വഴങ്ങാത്തവരുമായ രാഷ്ട്രങ്ങൾക്കെതിരെ കൃത്യമായി ട്രംപ് തീരുവ ചുമത്തി സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരുന്നു. ഇന്ത്യയും ചൈനയും മെക്സിക്കോയും കാനഡയും അടക്കം 60ഓളം രാജ്യങ്ങൾ ട്രംപിന്റെ തീരുവ പ്രതികാരത്തിന് ഇരകളായി. ഇന്ത്യയുടെ അടക്കം കയറ്റുമതി മേഖലയും സാമ്പത്തിക രംഗവും താറുമാറാകുന്നതിന് ഇത് കാരണവുമായി. ഇതിനിടയിൽ ഇത്രയും കനത്ത തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് ട്രംപ് ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല. അതോടൊപ്പം തന്നെ US-ന്റെ GDP വളർച്ചാ നിരക്ക് കുത്തനെ ഇടിഞ്ഞുവെന്ന റിപ്പോർട്ട് പുറത്തു വന്നതും ഇന്നലെ തന്നെയാണ്. ഇതുകൂടിയായതോടെ ട്രംപിന് ഇരട്ട ആഘാതമാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായത്. മറ്റു രാജ്യങ്ങളെ വരുതിക്ക് നിർത്താൻ താൻ പ്രയോഗിച്ചുകൊണ്ടിരുന്ന തീരുവ യുദ്ധം റദ്ദാക്കിയ സുപ്രീം കോടതി നടപടി ട്രംപിന്റെ സമനില തെറ്റിക്കുകയും ചെയ്തു. ഇതിന് തെളിവാണ് വിധി പ്രസ്താവിച്ച ജഡ്ജിമാരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ പ്രസ്താവന. ജഡ്ജിമാരെ വളർത്തു പട്ടികളെന്നും വിഡ്ഢികളെന്നും വരെ വിളിച്ചുകൊണ്ടാണ് ട്രംപ് വിധിയോട് പ്രതികരിച്ചത്. അതേസമയം സുപ്രീം കോടതി വിധി തള്ളിപ്പറഞ്ഞ ട്രംപ് ആഗോളതലത്തിൽ 150 ദിവസത്തേക്ക് 10% പകരച്ചുങ്കം ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. കോടതി വിധിയെപ്പോലും മാനിക്കാൻ തയ്യാറല്ല എന്ന സൂചനയാണ് പ്രസിഡന്റ് ട്രംപ് തന്റെ പുതിയ പ്രഖ്യാപനത്തിലൂടെ നടത്തിയത്. ഇന്ത്യക്കെതിരായ തീരുവ തുടരുമെന്ന പ്രഖ്യാപനവും ആഗോളതലത്തിൽ പുതിയ 10% തീരുവ ചുമത്താനുള്ള പ്രഖ്യാപനവും ഇതിന്റെ സൂചനകളാണ്. 1977 മുതൽ നിലവിൽ വന്ന ദേശീയ അടിയന്തരാവസ്ഥ സംബന്ധിച്ച നിയമം ദുരുപയോഗം ചെയ്താണ് ട്രംപ് പകരച്ചുങ്കം ഏർപ്പെടുത്തിയിരുന്നത്. 1977 ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് അഥവാ IEEPA എന്ന നിയമമാണ് ട്രംപ് ഇതിനായി ഉപയോഗിച്ചത്. കോടതിയിൽ നിന്ന് ഏറ്റവും അധികം വിമർശനം നേരിട്ടതും ഈ നിയമം ദുരുപയോഗം ചെയ്തതിനായിരുന്നു. IEEPA നിയമം ഉപയോഗിച്ച് ഏകപക്ഷീയമായി നികുതികൾ അടിച്ചേൽപ്പിക്കാൻ പ്രസിഡന്റിന് അധികാരമില്ല എന്നാണ് സുപ്രീം കോടതി വിധി. കീഴ്ക്കോടതിയും ഇതേ നിരീക്ഷണം തന്നെയാണ് മുൻപ് നടത്തിയിരുന്നത്. നിയമനിർമ്മാണത്തിലൂടെ US കോൺഗ്രസിന് മാത്രമാണ് നികുതി ചുമത്താനുള്ള അധികാരമുള്ളൂവെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. IEEPA ഉപയോഗിച്ച് ചുങ്കം ചുമത്തേണ്ട അടിയന്തര സാഹചര്യം ഇപ്പോൾ രാജ്യത്തില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ ആഗോളതലത്തിൽ 150 ദിവസത്തേക്ക് 10% താരിഫ് ചുമത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ പ്രഖ്യാപനവും മറ്റൊരു നിയമം അടിസ്ഥാനമാക്കിയുള്ളതാണ്. 1974 വ്യാപാര നയം അടിസ്ഥാനമാക്കിയാണ് ഈ പുതിയ തീരുവ ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ട്രംപിന്റെ തീരുവ യുദ്ധത്തിനെതിരെ ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന 12ഓളം സ്റ്റേറ്റുകളും പകരച്ചുങ്ക നയം ദോഷകരമായി ബാധിച്ച വ്യാപാര സ്ഥാപനങ്ങളും കമ്പനികളുമാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. 9 അംഗ ബെഞ്ചാണ് ഹർജികളിൽ വാദം കേട്ടത്. ഇതിൽ 6 ജഡ്ജിമാരും ട്രംപിന്റെ പകരം ചുങ്കത്തെ എതിർത്ത് വോട്ട് ചെയ്തു. 3 പേരാണ് ട്രംപിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തത്. ഇതിനോടുള്ള ട്രംപിന്റെ പ്രതികരണം അതീവ മോശമായിരുന്നു. വിധിന്യായം നടത്തിയ ജഡ്ജിമാരെ അധിക്ഷേപിക്കുകയും കോടതി വിധിയെ തള്ളിക്കളയുന്നതുമായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. രാജ്യത്തിന് ഗുണകരമായ നിലപാട് സ്വീകരിക്കാൻ ധൈര്യമില്ലാത്ത ജഡ്ജിമാർ നാണക്കേടാണ് എന്നായിരുന്നു ട്രംപിന്റെ ആദ്യ പ്രതികരണം. പേരിൽ മാത്രമല്ല റിപ്പബ്ലിക്കന്മാരായവർക്കും തീവ്ര ഇടത് ഡെമോക്രാറ്റുകൾക്കും വേണ്ടി വിഡ്ഢികളും വളർത്തുപട്ടികളുമായി മാറുകയാണ് ജഡ്ജിമാരെന്ന് അധിക്ഷേപിക്കുകയും ചെയ്തു ട്രംപ്. റിപ്പബ്ലിക്കൻ അനുയായികളായ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ജഡ്ജിമാർ കൂടി താരിഫ് നയത്തെ തള്ളിപ്പറഞ്ഞതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. അതേസമയം തന്റെ നയങ്ങളെ അനുകൂലിച്ച ആ 3 ജഡ്ജിമാരെ അഭിനന്ദിക്കാനും പ്രശംസിക്കാനും ട്രംപ് മറന്നില്ല. അവർ കരുത്തും ധൈര്യവും ഉള്ളവരാണ് എന്നാണ് ട്രംപിന്റെ പരാമർശം. രാഷ്ട്രീയമായും സാമ്പത്തികമായും ട്രംപിന് ഏറെ തിരിച്ചടി ഉണ്ടാകുന്നതാണ് സുപ്രീം കോടതിയുടെ വിധി.
ആഗോള സമ്പദ് വ്യവസ്ഥയിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ഈ വിധിക്ക് സാധിക്കും. സുപ്രീം കോടതി വിധി വന്നതോടെ ഇന്ത്യൻ കമ്പനികളിൽ നിന്നുൾപ്പെടെ ട്രംപ് ഭരണകൂടം പിരിച്ചെടുത്ത പകരം തീരുവയെല്ലാം ഇനി തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത ട്രംപ് ഭരണകൂടത്തിന് മുകളിൽ വന്നിരിക്കുകയാണ്. $175 ബില്യൺ അഥവാ ഏകദേശം 27.7 ലക്ഷം കോടി രൂപ ട്രംപ് ഭരണകൂടം രാജ്യങ്ങൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. മാത്രമോ, രാജ്യങ്ങളെ വരുതിയിലാക്കാനും സമ്മർദ്ദത്തിലാക്കാനും താരിഫ് എന്ന വടിയെടുത്ത ട്രംപിന് ഇനി അത് ഉപയോഗിക്കാനാകില്ല എന്ന തിരിച്ചടി കൂടി ഇതോടൊപ്പം കിട്ടുകയാണ്. ആഗോളതലത്തിൽ സമ്മർദ്ദം ചെലുത്താനുള്ള തന്ത്രമായി ഇനി തീരുവയെ ഉപയോഗിക്കാൻ ട്രംപ് ഭരണകൂടത്തിന് സാധിക്കില്ല. മറ്റ് രാജ്യങ്ങൾക്ക് മേലുള്ള ട്രംപിൻ്റെയും അമേരിക്കയുടെയും അധീശത്വവും ഇതോടെ ഇല്ലാതാകുകയാണ്. അപ്പോഴും കീഴടങ്ങാനോ തോൽവി സമ്മതിക്കാനോ ട്രംപ് തയ്യാറായിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. സുപ്രീം കോടതിയിലെ പോരാട്ടത്തിൽ താൻ തോറ്റുവെങ്കിലും തൻ്റെ ചില പകരം തീരുവ പ്രഖ്യാപനങ്ങൾ നിലനിൽക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഓരോ രാജ്യത്തിനു മേലും പ്രത്യേകമായി പ്രഖ്യാപിച്ച തീരുവകൾ നിലനിർത്താനുള്ള നീക്കങ്ങളിലേക്ക് വൈറ്റ് ഹൗസ് കടന്നിട്ടുണ്ട്. ഇതിനുള്ള പോംവഴിയാണ് ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നത്. ഇതിന്റെ ഭാഗമാണ് 10% ആഗോള തീരുവ 150 ദിവസത്തേക്ക് ചുമത്താനുള്ള തീരുമാനം. ഇതിനായാണ് വ്യാപാര നയത്തെ കൂട്ടുപിടിച്ചിരിക്കുന്നതും. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് താനാണ് എന്ന അവകാശവാദം ഇന്ത്യ നിരാകരിച്ചതിന് പിന്നാലെയായിരുന്നു ഇന്ത്യക്കെതിരെ തീരുവ ചുമത്താനുള്ള ട്രംപിന്റെ തീരുമാനം. ഈ അവകാശവാദം ട്രംപ് ഇപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബോർഡ് ഓഫ് പീസിന്റെ യോഗത്തിലും ട്രംപ് ഈ അവകാശവാദം ആവർത്തിച്ചിട്ടുണ്ട്. 200% ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് താൻ ഇന്ത്യയെയും പാകിസ്ഥാനെയും വിരട്ടിയപ്പോഴാണ് കേട്ടപാടെ സംഘർഷം അവസാനിപ്പിക്കാൻ ഇരുകൂട്ടരും സമ്മതിച്ചത് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇക്കാര്യം മുൻപ് തന്നെ ഇന്ത്യ പരസ്യമായി തള്ളി പറഞ്ഞിട്ടുള്ളതുമാണ്. ഇത് ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നത് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്നതിനാണ്. കഴിഞ്ഞ വർഷം 2025 ഏപ്രിൽ 2-നാണ് ഡൊണാൾഡ് ട്രംപ് ആഗോളതലത്തിൽ വിപുലമായ പകരച്ചുങ്കം പ്രഖ്യാപിച്ചത്. US-ലേക്കുള്ള എല്ലാ ഇറക്കുമതികൾക്കും 10%, പകരച്ചുങ്കത്തിന് പുറമെ ചൈനയ്ക്ക് 34%, യൂറോപ്യൻ യൂണിയന് 20%, ഇന്ത്യക്ക് 27%, ജപ്പാന് 24%, ദക്ഷിണ കൊറിയ 26%, വിയറ്റ്നാം 46% എന്നിങ്ങനെ ഏകദേശം 60 രാജ്യങ്ങൾക്ക് ഉയർന്ന നിരക്കുകളും ചുമത്തി. ട്രംപ് പ്രഖ്യാപിച്ചതുപോലെ ഏപ്രിൽ 9-ന് ഉയർന്ന തീരുവകൾ നിലവിൽ വന്നു. ഇതിനിടെ തങ്ങൾക്ക് ഏർപ്പെടുത്തിയ പകരച്ചുങ്കത്തിന് മറുപടിയായി ചൈന US ഉൽപ്പന്നങ്ങൾക്ക് ചൈനയിൽ ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തി. വൈകാതെ ചൈനയ്ക്കുള്ള പകരം തീരുവ ആദ്യം 125%, പിന്നീട് 145%, അമേരിക്ക പുനർനിർണയിച്ചു. അതിനിടെ ഇന്ത്യക്ക് മേൽ അധിക തീരുവയായി ഒരു 25% കൂടി ട്രംപ് പ്രഖ്യാപിച്ചു. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് പകരമായിരുന്നു ഇത്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ചർച്ച നടക്കുന്നതിനിടെ അമേരിക്ക ഏകപക്ഷീയമായി ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ നിലവിൽ വന്നതായി പ്രഖ്യാപിച്ചു. ഈ മാസം 2-നായിരുന്നു അത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള പകരച്ചുങ്കം 18% കുറയ്ക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. 25% പാരസ്പര്യ നിരക്കിനും ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങിയതിന് പ്രതികാരമായി ചുമത്തിയ മറ്റൊരു 25% നിരക്കിനും പകരമായി പുതിയ ആകെ നിരക്ക് 18% ആയിരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. സുപ്രീം കോടതി വിധിയുടെ പിൻബലത്തിൽ ഇന്ത്യക്കുള്ള തീരുവയിൽ ഇനി എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് കണ്ടറിയണം. പക്ഷേ ട്രംപിന്റെ പ്രഖ്യാപനം അതിനുള്ള സാധ്യത ഇല്ല എന്ന് അടിവരയിടുന്നു.